നമസ്കാരം. എല്ലാ സർക്കാർ ആശുപത്രികളും ലോകോത്തരമാക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? 25 ലക്ഷത്തിലധികം രോഗികൾക്ക് സർക്കാർ സൗജന്യ ചികിത്സ. വോട്ട് ഫോർ LDF. പൊതുഖജനാവിലെ കോടിക്കണക്കിന് രൂപ മുടക്കി പിണറായി വിജയന്റെ AI ചിത്രത്തോടൊപ്പം സംസ്ഥാന സർക്കാർ റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന നൂറുകണക്കിന് ഹോർഡിങ്ങുകളിലെ പരസ്യവാചകമാണിത്. എങ്ങനെയാണ് ഒരു മനുഷ്യന്, ഒരു ഭരണകൂടത്തിന് ഇങ്ങനെ പച്ച കള്ളം പറയാൻ കഴിയുന്നത്? കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഉൾപ്പെടെ തകർത്തെറിഞ്ഞിട്ടാണ് ചികിത്സ നിഷേധിക്കപ്പെട്ടവരുടെയും ചികിത്സാ പിഴവുണ്ടായവരുടെയും അടക്കം നികുതിപ്പണം കൊണ്ട് ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്നത്. ഇതെല്ലാം പെരും നുണയാണെന്ന് സർക്കാരിനും പാർട്ടിക്കും അറിയാം. പക്ഷേ കമ്മ്യൂണിസം ഒരു മാറാരോഗം പോലെ ബാധിച്ചിരിക്കുന്നവരുടെയെങ്കിലും മനസ്സിൽ ഈ കള്ളങ്ങൾ കുത്തിവെക്കാനുള്ള ഒരു തന്ത്രമാണിത്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെയുണ്ടായ ചികിത്സാ പിഴവുകൾ എത്രയാണ്? ICUവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു കിടന്ന രോഗി പീഡിപ്പിക്കപ്പെട്ടു. ആംബുലൻസിൽ കോവിഡ് രോഗി പീഡിപ്പിക്കപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ഹർഷിന എന്ന രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടി. അവർക്ക് മതിയായ നഷ്ടപരിഹാരം പോലും കൊടുത്തില്ല. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലും ശസ്ത്രക്രിയ കഴിഞ്ഞ ഉഷ എന്ന രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടി. 5 വർഷമാണ് അവർക്ക് വേദന തിന്ന ആ കത്രികയും വയറ്റിൽ വെച്ച് ജീവിക്കേണ്ടി വന്നത്. ഒടുവിൽ അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ആ കത്രിക പുറത്തെടുത്തത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്കിടെ തിരുവനന്തപുരം സ്വദേശിനിയായ സുമയ്യ എന്ന രോഗിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത് പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ നടത്തി. പക്ഷേ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇനി ആ ഗൈഡ് വയറും ഉള്ളിൽ വെച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവർക്ക് ജീവിക്കേണ്ടി വരും. ശസ്ത്രക്രിയ കഴിഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലത്ത് കിടന്ന രോഗിയുടെ കാലിൽ എലി കരണ്ടു. മറ്റൊരു രോഗിയുടെ തലയിൽ എലി കരണ്ടു. അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ പലതവണ രോഗികൾ ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവമുണ്ടായി. ചികിത്സ കിട്ടാതെ ചവറ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ചു. മരണപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തനിക്ക് ചികിത്സ കിട്ടുന്നില്ലെന്നും താൻ മരിച്ചാൽ അതിന് ഉത്തരവാദി മെഡിക്കൽ കോളേജ് അധികൃതരുമായിരിക്കും എന്നും സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചിരുന്നു ഈ വേണു. ഈ ശബ്ദ സന്ദേശം അയച്ച് മണിക്കൂറുകൾക്കകമാണ് വേണു മരണപ്പെട്ടത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഒരാഴ്ചക്കിടയിൽ നടന്ന 2 പ്രസവ ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായി. ഒരാളുടെ ഗർഭസ്ഥ ശിശു മരിച്ചു. സിസേറിയൻ കഴിഞ്ഞ മറ്റേ രോഗിയുടെ ജനനേന്ദ്രിയത്തിൽ കൂടി വിസർജ്യം പുറത്തു വന്നു. 2 ശസ്ത്രക്രിയകളും നടത്തിയത് ബിന്ദു സുന്ദർ എന്ന ഒരേ ഡോക്ടർ. ചികിത്സാ പിഴവ് കാരണം പാലക്കാട്ട് നിർധന കുടുംബത്തിലെ വിനോദിനി എന്ന 8 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റി. വിരലിൽ മുറിവുണ്ടായി ചികിത്സയ്ക്കെത്തിയ കുട്ടിയുടെ നാവിൽ തുന്നലിട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വിളപ്പിൽ സർക്കാർ ആശുപത്രിയിൽ ശ്വാസം മുട്ടലുമായി എത്തിയ രോഗി ചികിത്സ കിട്ടാതെ മരിച്ചു. അങ്ങനെ എത്രയോ ചികിത്സാ പിഴവുകളുണ്ടായി ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന അസാധാരണ സംഭവത്തിനും 2025 ജൂലൈയിൽ കേരളം സാക്ഷ്യം വഹിച്ചു. മരുന്നുകളും ശസ്ത്രക്രിയ ഉപകരണങ്ങളും അടക്കമുള്ള സാധനങ്ങളും വാങ്ങിയതിൻ്റെ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ വിതരണം ചെയ്ത സാധനങ്ങൾ വിതരണ കമ്പനികൾ തിരിച്ചെടുക്കുന്ന നാണം കെട്ട അവസ്ഥയുണ്ടായതും ഈ സർക്കാരിൻ്റെ കാലത്താണ്. കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോഴും മരുന്ന് വിതരണ കമ്പനികൾക്ക് കുടിശ്ശികയുള്ളത്. ശമ്പള പരിഷ്കരണവും DA കുടിശ്ശികയും ആവശ്യപ്പെട്ടും ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടും പലതവണ ഡോക്ടർമാർ സമരം നടത്തി. കഴിഞ്ഞ മാസവും ദിവസങ്ങളോളം സമരം നടത്തി. OP ബഹിഷ്കരിച്ചു. ശസ്ത്രക്രിയകൾ മുടങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും രോഗികൾക്ക് കിടക്കയില്ല. നിലത്താണ് പലരും കിടക്കുന്നത്. ഒരു കിടക്കയിൽ തന്നെ 2 പേർ കിടക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി സർജിക്കൽ ICUവിൽ തീപിടുത്തമുണ്ടായത്. ഭാഗ്യത്തിന് ആളപായമുണ്ടായില്ല. ഇതൊക്കെ ചിലത് മാത്രമാണ്. ആകെയുള്ള ഒരു ആശ്വാസം മിക്ക സംഭവങ്ങളിലും ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു നടപടിയും അതിനുശേഷം ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കഴിവുകെട്ട ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് എന്ന് നിസ്സംശയം പറയാം. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോവിഡിൻ്റെ മറവിൽ നടത്തിയ അഴിമതികളും പിന്നീട് പുറത്തു വന്നതാണ്. ഇതെല്ലാം ജനങ്ങൾ മറന്നു എന്ന് സർക്കാർ കരുതുന്നുണ്ടാകും. പക്ഷേ ജനങ്ങൾ മറക്കില്ല. കമ്മ്യൂണിസ്റ്റ് അടിമകൾക്ക് ഇതൊന്നും പ്രശ്നമില്ലായിരിക്കും. പക്ഷേ ജനങ്ങൾക്ക് പ്രശ്നമുണ്ട്. കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് ചിലവാക്കിയാണ് ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പിണറായി വിജയൻ്റെ ചിത്രത്തോടൊപ്പം പടച്ചുവിടുന്നത് എന്നുകൂടി അറിയണം.